കൈന്ന് വിടട ചെറ്റെ. സുമി സെബാസ്റ്റ്യന് നേരെ അലറി. കിടന്ന് ചെലക്കാതടി പെണ്ണേ, നിന്റെ അമ്മ പോലും ഈ സെബാസ്റ്റ്യന്റെ കിടക്കപ്പായ കിടന്ന് കുറേ ആടിയിട്ടുള്ളതാ, എന്നിട്ടല്ലേ നീ? സെബാസ്റ്റ്യൻ സുമിയുടെ കയ്യിൽ പിടിമുറുക്കിക്കൊണ്ട് പറഞ്ഞു. മധ്യവയസ്കനും ആരോഗ്യ ദൃഢഗാത്രനുമായ സെബാസ്റ്റ്യന്റെ കയ്യിൽ നിന്ന് കുതറി മാറാനാകാതെ സുമി വിഷമിച്ചു. അന്തോണി ചേട്ടന്റെ പലചരക്ക് കടയിൽ സാധനങ്ങൾ വാങ്ങുവാൻ വന്നതാണ് സുമി. സുമി വളർന്നൊരു പെണ്ണായി തുടങ്ങിയെന്ന് തോന്നിയ കാലം മുതൽ നാട്ടുപ്രമാണിയും തെമ്മാടിയുമായ സെബാസ്റ്റ്യൻ അവളുടെ ദേഹത്ത് കണ്ണുവച്ചതാണ്. ഡാ സെബാസ്റ്റ്യ, നീ ആ പെണ്ണിനെ വിടറാ, ചുമ്മാ എൻ്റെ കടയിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കരുത്. അന്തോണി ചേട്ടൻ ഇടപെട്ടു. താനൊന്ന് പോടോ. തനിക്കറിയോ, നോട്ടുകെട്ടുകളും കൊണ്ട് ഇവളുടെ വാതിൽ ഞാൻ കുറേ മുട്ടിയതാ, പക്ഷെ ഇവള് വാതിൽ തുറന്നില്ല. അതിൻ്റെ വാശിയാണെന്ന് കൂട്ടിക്കോ. ഇവളെ ഈ നട റോഡിൽ ഈ ആളുകളുടെ മുമ്പിലിട്ട് ഞാൻ ഉമ്മം വയ്ക്കും. സെബാസ്റ്റ്യൻ ദേഷ്യത്തോടെ അന്തോണി ചേട്ടനോട് പറഞ്ഞു. സെബാസ്റ്റ്യ, അവൾ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത പെണ്ണാണെന്ന് കരുതി കള്ളും കുടിച്ച് അവളുടെ മെക്കെട്ട് കയറരുത്, പറഞ്ഞേക്കാം. ഇതെല്ലാം കണ്ട് റോഡിൽ നിന്നിരുന്ന കുമാരേട്ടൻ സെബാസ്റ്റ്യനോട് പറഞ്ഞു. അതോടെ കടയിലും റോഡിലും നിന്നിരുന്ന ആളുകൾ സെബാസ്റ്റ്യനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. സംഗതി പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ സെബാസ്റ്റ്യൻ സുമിയുടെ കൈവിട്ട് തൻ്റെ ബുള്ളറ്റിൽ കയറി സ്ഥലം വിട്ടു. സെബാസ്റ്റ്യൻ മുറുകെ പിടിച്ചപ്പോൾ ഉണ്ടായ കൈവേദന കൊണ്ടും അയാളോടുള്ള അമർഷം കൊണ്ടും നാട്ടുകാരുടെ മുൻപിൽ വെച്ചുണ്ടായ നാണക്കേടുകൊണ്ടും സുമിയുടെ നെഞ്ചകം പുള്ളി, കണ്ണുകൾ ചുവന്നു. കണ്ണിൽ നിന്ന് ചൂട് കണ്ണീർ പുറത്തേക്കൊഴുകി. പറഞ്ഞിട്ടെന്താ കാര്യം? ഇവളുടെ അമ്മ വേശ്യയായിരുന്ന കാരണം മകളും അങ്ങനെ തന്നെയാണെന്ന് പലരും കരുതി കാണും. ആൾക്കൂട്ടത്തിൽ നിന്നും ആരോ പറഞ്ഞ ആ വാക്കുകൾ കേട്ട് സുമിക്ക് തല പൊളിയുന്നത് പോലെ തോന്നി. അപമാനഭാരം കൊണ്ട് അവളുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി. ഭൂമിയെ ചവിട്ടി മെതിച്ച് ഒരു ഭ്രാന്തിയെപ്പോലെ സുമി തൻ്റെ വീട്ടിലേക്ക് വേഗത്തിൽ നടന്നു. വീടിൻ്റെ അകത്ത് ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന അമ്മയുടെ ഫോട്ടോയിൽ നോക്കി സുമി കരഞ്ഞു. മതിയായില്ലേ അമ്മേ, മരിച്ച് മണ്ണോട് മണ്ണായിട്ടും നിങ്ങളുണ്ടാക്കിയ ചീത്തപ്പേരെന്നെ വേട്ടയാടുകയാണ് ഇപ്പോഴും. എന്തിനാണ് എനിക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു ജീവിതം നൽകിയത്? സുമി നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് അമ്മയോട് പറഞ്ഞു. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തൻ്റെ അമ്മ ഒരു വേശ്യയായി മാറുന്നത് സുമി കണ്ടത്. ഒരു ദിവസം മദ്യപിച്ച് ലെക്കുകെട്ട അച്ഛനെ വീട്ടിൽ കൊണ്ടാക്കിയ ഒരാൾ അമ്മയെ ബലമായി പിടിച്ച് ഒരു മുറിയിലേക്ക് കയറ്റി വാതിലടച്ചു. അമ്മ ഉറക്കെ കരഞ്ഞെങ്കിലും അമ്മയുടെ വായ പൊത്തിയ അയാളുടെ കൈകളുടെ ബലത്തിനും പുറത്ത് ആർത്തലച്ചു പെയ്യുന്ന മഴയുടെ ആരവത്തിലും അമ്മയുടെ കരച്ചിലിൻ്റെ ശബ്ദം ഒലിച്ചുപോയി. ഇതൊന്നും അറിയാതെ ഉറങ്ങുകയായിരുന്ന കൊച്ചനുജനെ കെട്ടിപ്പിടിച്ച് ഭയത്തോടെ സുമി തൊട്ടടുത്ത മുറിയിൽ കിടന്ന് എപ്പോഴോ ഉറങ്ങാതെ അവൾ ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്മ ടൗണിൽ പോയി വന്നു. സുമിക്കും അനിയനും കുറേ പുത്തനുടുപ്പുകളും വീട്ടിലേക്കുള്ള ഭക്ഷണ സാധനങ്ങളും വാങ്ങിക്കൊണ്ടുവന്നു. അന്നാണ് സുമിയും അനിയനും ആദ്യമായി പുതുവസ്ത്രങ്ങൾ ധരിച്ചതും വയറ് നിറയെ ഭക്ഷണം കഴിച്ചതും. സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്ന സുമിയെയും അനിയനെയും നോക്കി അമ്മ വികൃതമായി പുഞ്ചിരിച്ചപ്പോൾ ഈ മക്കളുടെ വിശപ്പ് മാറ്റിയ ഭക്ഷണം അമ്മയുടെ ശരീരത്തിൻ്റെ വിലയാണെന്ന ചിത്രം സുമിയുടെ മനസ്സിൽ തെളിയാതെ തെളിഞ്ഞു വന്നു. പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും മദ്യപിച്ച് ലെക്കുകെട്ട അച്ഛനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയത് വെവ്വേറെ ആളുകളായിരുന്നു. ആ ആളുകളെല്ലാം അമ്മയോടൊത്ത് മുറിയിൽ കടന്ന് വാതിലടയ്ക്കുന്നത് കണ്ടിട്ടാണ് സുമി ഓരോ രാത്രിയും ഉറങ്ങിയിരുന്നത്. ഓടിട്ട ആ ചെറിയ വീട് കോൺക്രീറ്റ് വീടായി മാറാൻ അധികകാലം കാത്തിരിക്കേണ്ടി വന്നില്ല. വീട്ടിലെ ജീവിത സൗകര്യങ്ങളും അതോടൊപ്പം കൂടി വന്നു. പതിയെ പതിയെ അമ്മയുടെ യൗവനം തളർന്നു തുടങ്ങി. സുമിയുടെ യൗവനം വളർന്നു തുടങ്ങി. ഒരു വേശ്യയുടെ മകനെന്ന പേരിൽ ഈ നാട്ടിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, ഞാൻ നാടുവിട്ടു പോകുന്നു എന്നെഴുതിയ അനുജൻ്റെ കത്ത് വായിച്ചപ്പോഴും സുമി വിഷമിച്ചില്ല. കാരണം ജീവിതാനുഭവങ്ങൾ അവളുടെ മനസ്സിനെ കല്ലാക്കി മാറ്റിയിരുന്നു. മദ്യപിച്ച് ചോര ഛർദ്ദിച്ച് അച്ഛൻ മരിച്ച ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മയും മരിച്ചു. ഗർഭപാത്രം നീക്കം ചെയ്തപ്പോൾ അമ്മയുടെ വയറിലുണ്ടായ തുന്നലുകൾ പഴുത്ത് പുഴുവരിച്ചു. ആ പുഴുക്കളെ നീക്കി മുറിവിൽ മരുന്ന് വെച്ച് കെട്ടുമ്പോൾ സുമിക്ക് അമ്മയോട് ദേഷ്യം തോന്നിയിരുന്നെങ്കിലും തന്നെ ഗർഭത്തിൽ ചുമന്ന അമ്മയുടെ വയറിനോട് സുമിക്കെന്നും സ്നേഹം മാത്രമായിരുന്നു. കാലം നൽകിയ മുറിവുകളെ മറക്കാൻ ശ്രമിച്ച് തൻ്റെ തലയാണക്കിടയിൽ വെച്ചിരുന്ന കൊടുവാൾ സുമി കയ്യിലെടുത്തു. അച്ഛനും അമ്മയും അനുജനും തന്നെ തനിച്ചാക്കി പോയപ്പോൾ തൻ്റെ ശരീരത്തിനായി ഈ വീടിൻ്റെ വാതിലിൽ മുട്ടിയ വേട്ടപ്പട്ടികളെ ആട്ടിപ്പായിക്കാൻ തനിക്ക് കൂട്ടായി നിന്നത് ഈ കൊടുവാളാണ്. എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നവനല്ലാതെ ഒരുത്തനും ഈ ശരീരത്തിൽ തൊടില്ല. വേശ്യയായ അമ്മയുടെ മകളും വേശ്യയാകൂ എന്ന് ചിന്തിച്ച് ഒരുത്തനും ഇനി സുമി എന്ന എൻ്റെ ദേഹത്ത് കൈവയ്ക്കില്ല. അതേത് സെബാസ്റ്റ്യനായാലും ശരി, കൈവച്ചാൽ. ദൃഢനിശ്ചയത്തോടെ സുമി കൊടുവാളിൻ്റെ മിനുമിനുത്ത വായ്ത്തലയിൽ വിരലുകൾ ഓടിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.